ടോപ്പ് ട്യൂഷൻ പാലക്കാട് അവതരിപ്പിക്കുന്ന 9th സ്റ്റാൻഡേർഡിലെ ജിയോഗ്രാഫി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ട്യൂട്ടോറിയൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജിയോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന ലെസൺ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നോർത്തേൺ മൗണ്ടൻ റീജിയൻസിനെ കുറിച്ചാണ്. അതിൻ്റെ അണ്ടറിൽ വരുന്ന ട്രാൻസ് ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിൽസ് എന്നിവയൊക്കെയാണ്. ട്രാൻസ് ഹിമാലയസിൽ തന്നെ ഫർദർ ഡിവൈഡ് ആയിട്ടുള്ള ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹിമാലയസിൻ്റെ ഒറിജിൻ, അതിൻ്റെ ഫോർമേഷൻ, അതിൽ വരുന്ന റീജിയണൽ ഡിവിഷൻ, പിന്നെ ക്ലൈമറ്റ്, പിന്നെ ഡ്രെയിനേജ് സിസ്റ്റം, സോയിൽ, നാച്ചുറൽ വെജിറ്റേഷൻ, വൈൽഡ് ലൈഫ്, അഗ്രികൾച്ചർ, അനിമൽ റെയറിംഗ്, ടൂറിസം എന്നിവയൊക്കെയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് മിക്സ്ഡ് കൾച്ചറും അതുപോലെ തന്നെ ജിയോഗ്രാഫിക്കൽ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു ലാൻഡാണ്. അപ്പോൾ ഈ ഒരു ലാൻഡിന് നമ്മൾ 5ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടോപ്പോഗ്രാഫീൻ്റെ ബേസിസിലാണ് ഇത് ഡിവൈഡ് ചെയ്യുന്നത്. ടോപ്പോഗ്രാഫി പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. അതായത് ഒരു പർട്ടിക്കുലർ ലാൻഡിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന പഠനത്തിനെയാണ് ടോപ്പോഗ്രാഫി. അപ്പോൾ ഈ ടോപ്പോഗ്രാഫിൻ്റെ ബേസിസിൽ നമ്മൾ ഇന്ത്യൻ്റെ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് പറയുന്നത് 5 എണ്ണമാണ്. അതിൽ ആദ്യം വരുന്നതാണ് നോർത്തേൺ മൗണ്ടൻ റീജിയൻ, സെക്കൻഡ് വരുന്നത് നോർത്തേൺ പ്ലെയിന്, പിന്നെ വരുന്നത് പെനിൻസുലാർ പ്ലാറ്റ്യൂ, പിന്നെ ഇന്ത്യൻ ഡെസേർട്ട്, ലാസ്റ്റ് വരുന്നതാണ് കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നോർത്തേൺ മൗണ്ടൻ റീജിയൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് എവിടെ മുതൽ എവിടം വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് നോർത്തും അതുപോലെ നോർത്ത് ഈസ്റ്റേൺ ബൗണ്ടറിനകത്താണ് ഈ നോർത്തേൺ മൗണ്ടൻ റീജിയൻ കിടക്കുന്നത്. ഈ നോർത്തേൺ റീജിയനകത്ത് കുറേ മൗണ്ടെയ്ൻസ് ആണ് വരുന്നത്. മൗണ്ടെയ്ൻസ് പറയുമ്പോൾ പാമർനോട്ട് മുതൽ ഈസ്റ്റിൽ കിടക്കുന്ന പൂർവാച്ചൽ വരെയാണ്. പാമർനോട്ടിനെ നമ്മൾ റൂഫ് ഓഫ് ദ വേൾഡ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു മൗണ്ടൻ റീജിയന് ഫോം ചെയ്തിരിക്കുന്നത് റോക്ക് ലെയേഴ്സ് ഫോൾഡ് ചെയ്തിട്ടാണ്. അത് ഫോൾഡ് ചെയ്യാൻ പറഞ്ഞാൽ ഈ റോക്ക് ലെയേഴ്സ് ഒക്കെ മടങ്ങി വന്നിട്ടാണ് ഈ ഒരു നോർത്തേൺ മൗണ്ടൻ റീജിയൻ ഫോം ചെയ്ത് വന്നിരിക്കുന്നത്. ഈ ഒരു റീജിയനകത്ത് വരുന്ന റിവേഴ്സ് എന്ന് പറയുന്നത് വെസ്റ്റിൽ കിടക്കുന്ന ഇൻഡസ് മുതൽ ഈസ്റ്റിൽ കിടക്കുന്ന ബ്രഹ്മപുത്ര വരെയാണ്. ഈ റീജിയനകത്തുള്ള ലാൻഡ്സ്കേപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് ഹൈ പീക്സും അതുപോലെ ഗ്ലേഷ്യേഴ്സും വാലീസൊക്കെ ഉൾപ്പെടുത്തുന്നതാണ്. ടോപ്പോഗ്രാഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ നോർത്തേൺ മൗണ്ടൻ റീജിയനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ട്രാൻസ് ഹിമാലയാസ്, സെക്കൻഡ് പറയുന്നത് ഹിമാലയാസ്, തേർഡ് പറയുന്നത് ഈസ്റ്റേൺ ഹിൽസ്. ഇപ്പോൾ ട്രാൻസ് ഹിമാലയസ് എന്താണെന്ന് നോക്കാം. ഹിമാലയയുടെ നോർത്ത് മോസ്റ്റ് ഡിവിഷനെയാണ് നമ്മൾ ട്രാൻസ് ഹിമാലയസ് പറയാം. അപ്പോൾ അതിന് വേറൊരു പേരും കൂടിയുണ്ട്, ടിബറ്റൻ ഹിമാലയാസ് എന്ന്. ട്രാൻസ് ഹിമാലയസിൻ്റെ ആവറേജ് എലിവേഷൻ എന്ന് പറയുന്നത് 3000 മീറ്റേഴ്സ് ആണ്. അതുപോലെ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 40 കിലോമീറ്ററും അതുപോലെ ലെങ്ത് എന്ന് പറയുന്നത് 965 കിലോമീറ്ററുമാണ്. അപ്പോൾ ഈ പാമർനോട്ടിനെയും അതുപോലെ ഹിമാലയസിനെയും കണക്ട് ചെയ്യുന്ന റേഞ്ചാണ് കാരക്കോരം റേഞ്ച് എന്ന് പറയുന്നത്. അതായത് നോർത്തേൺ റീജിയൻ കണക്ട് ചെയ്യുന്നത് പാമർനോട്ട് മുതൽ നമ്മുടെ പൂർവാച്ചൽ വരെയാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാമർനോട്ടും അതിൻ്റെ ഇടയിൽ കിടക്കുന്ന ഹിമാലയാസും ഇവ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന റേഞ്ചാണ് കാരക്കോരം പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാരലൽ മൗണ്ടൻ റേഞ്ചസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ പാരലൽ റേഞ്ചസ് കിടക്കുന്നത് നമ്മുടെ ട്രാൻസ് ഹിമാലയസിൻ്റെ സൗത്ത് മുതൽ ഈസ്റ്റ് വരെയാണ്. അപ്പോൾ പാരലൽ മൗണ്ടൻ റേഞ്ചൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഹിമാദ്രി, പിന്നെ വരുന്നത് ഹിമാചൽ, പിന്നെ വരുന്നതാണ് ശിവാലികം. അപ്പോൾ ഈ 3 റേഞ്ചസും കൂടിച്ചേർന്നതാണ് നമ്മുടെ ഹിമാലയാസ് എന്ന് പറയുന്നത്. ശിവാലിക് എന്താണെന്ന് നോക്കാം. ശിവാലിക് റേഞ്ച് എന്ന് പറയുന്നത് ഹിമാലയൻ റേഞ്ചസിൻ്റെ സദേൺ മോസ്റ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ബോർഡേഴ്സ് വന്നിട്ട് ഗംഗാ പ്ലെയിൻസിനടുത്താണ് വരുന്നത്. ഇതിൻ്റെ ആവറേജ് വിഡ്ത്ത് എന്ന് പറയുന്നത് 60 to 150 കിലോമീറ്റർ ആണ്. ശിവാലിക് വന്നിട്ട് ഔട്ടർ മോസ്റ്റ് പാർട്ടായതുകൊണ്ട് അതിനെ ഔട്ടർ ഹിമാലയസ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ശിവാലിക് എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നെക്സ്റ്റ് നമ്മൾ ഹിമാചൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഹിമാചൽ എന്ന് പറയുന്നത് ശിവാലിക്കിൻ്റെ നോർത്തിലോട്ട് വരുന്ന ഒരു റേഞ്ചാണ് ഹിമാചൽ മൗണ്ടൻ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എലിവേഷൻ എന്ന് പറയുന്നത് 3500 മുതൽ 4500 മീറ്റേഴ്സ് ആണ്. അപ്പോൾ ഈ ശിവാലിക് റേഞ്ചിൻ്റെ മേലെയാണ് നമ്മുടെ ഹിമാചൽ കിടക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ വേറൊരു പേരും കൂടി പറയാറുണ്ട്, അതാണ് ലെസ്സർ ഹിമാലയാസ്. അപ്പോൾ ശിവാലിക്കിൻ്റെ തൊട്ടു മേലെയാണ് ഹിമാചൽ റേഞ്ച് കിടക്കുന്നത്. ഇതിന് നമ്മൾ ലെസ്സർ ഹിമാലയാസ് എന്നും പറയാറുണ്ട്.
ഇതിൻ്റെ ആവറേജ് വിഡ്ത്ത് എന്ന് പറയുന്നത് 60 to 80 കിലോമീറ്റർ ആണ്. പാരലൽ മൗണ്ടൻ റേഞ്ചസിൽ വരുന്ന ശിവാലിക്കും ഹിമാചലാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് ഹിമാദ്രി എന്താണെന്ന് പഠിക്കാം. ഹിമാദ്രിനെ നമ്മൾ പറയുന്നത് ഗ്രേറ്റർ ഹിമാലയാസ് അല്ലെങ്കിൽ ഇന്നർ ഹിമാലയസ് എന്നാണ്. ഇതിൻ്റെ ആവറേജ് എലിവേഷൻ എന്ന് പറയുന്നത് 6100 മീറ്റേഴ്സ് എബോവ് ദ സീ ലെവലാണ്. അതുപോലെ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 25 കിലോമീറ്റർ ആണ്. ഇതിന് നമ്മൾ സ്നോ ക്ലാഡ് മൗണ്ടെയ്ൻസ് എന്നും പറയാറുണ്ട്. ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് പീക്സ് എല്ലാം ഈ ഒരു റേഞ്ചിനകത്താണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഹിമാലയാസിൻ്റെ ഒറിജിൻ എങ്ങനെയെന്ന് നമുക്ക് പഠിക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മലകളിൽ ഒന്നാണ് നമ്മുടെ ഹിമാലയാസ് എന്ന് പറയുന്നത്. അപ്പം ഹിമാലയാസ് ഇപ്പോഴും ഗ്രോ ചെയ്യുന്നുണ്ടെന്നാണ് സങ്കല്പിക്കുന്നത്. ഇതിന് കാരണം വന്നിട്ട് പ്ലേറ്റ് ടെക്ടോണിക്സ് ആണ്. പ്ലേറ്റ് ടെക്ടോണിക്സ് അഥവാ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ എർത്ത് സർഫസിൽ കാണപ്പെടുന്ന കോണ്ടിനെൻറ്റ്സ് അല്ലെങ്കിൽ ഓഷ്യൻസിൻ്റെ ഭാഗങ്ങളുടെ പാറക്കെട്ടുകളാണ്. റോക്ക് ക്രസ്റ്റ് ആണ് ഈ ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് നമ്മുടെ ലിത്തോസ്ഫിയർ വരുന്നത്. ഈ ലിത്തോസ്ഫിയറിൻ്റെ അടിയിലാണ് നമ്മുടെ എസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് ഒരു മെൽറ്റ് ആയിട്ടുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. റോക്സ് എല്ലാം മെൽറ്റ് ആയിട്ടുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്നത്. ഇതിനെ നമ്മൾ സെമി പ്ലാസ്റ്റിക് സ്റ്റേറ്റ് ആണെന്ന് പറയുന്നത്. ഇതിൻ്റെ കാരണം പറയുന്നത് ഹൈ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ നമ്മുടെ ഈ ടെക്ടോണിക് പ്ലേറ്റ്സ് പറയുന്നത് എസ്തനോസ്ഫിയറിൻ്റെ മേലെ കൂടെ പതുക്കെ മൂവ് ചെയ്യും. ഈ മൂവ് ചെയ്തിട്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ ഹിമാലയാസ് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. പ്ലേറ്റ് ബൗണ്ടറീസ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. എർത്തിനകത്ത് നടക്കുന്ന പല പ്രോസസ്സുകളും ഈ പ്ലേറ്റ് ബൗണ്ടറീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് മെയിനായിട്ട് 3 പ്ലേറ്റ് ബൗണ്ടറീസ് ഉള്ളത്. ഒന്ന് കൺവേർജൻ ബൗണ്ടറീസ്, ഡൈവേർജൻ ബൗണ്ടറീസ്, പിന്നെ ലാസ്റ്റ് വരുന്നത് ട്രാൻസ്ഫോം അല്ലെങ്കിൽ ഷിയർ ബൗണ്ടറീസ്. ഇപ്പോൾ 2 പ്ലേറ്റ്സ് അടുത്തോട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ബൗണ്ടറീസിനെയാണ് നമ്മൾ കൺവേർജൻ ബൗണ്ടറീസ് വരിക. ഇപ്പോൾ നമ്മൾ 2 പാർട്സ് വന്നിട്ട് ഇങ്ങനെ അടുത്തോട്ട് വരുമ്പോൾ അത് ഇടിച്ചിട്ട് ഒരു മല പോലെ വരും. അതിന് നമ്മൾ കൺവേർജൻ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ഡൈവേർജൻ ബൗണ്ടറീസ് പറഞ്ഞാൽ ഈ 2 പ്ലേറ്റ്സും കൂട്ടിമുട്ടാതെ തന്നെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതിനെയാണ് ഡൈവേർജൻ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫോം അല്ലെങ്കിൽ ഷിയർ ബൗണ്ടറീസ് എന്ന് പറയുന്നത് ഈ 2 പ്ലേറ്റ്സ് ഇടിച്ചിട്ട് സ്ലൈഡ് ചെയ്ത് പോകും. അത് ബൾജ് ചെയ്ത് നിൽക്കാതെ സ്ലൈഡ് ചെയ്ത് പോകുന്നതിനെയാണ് ഷിയർ ബൗണ്ടറീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹിമാലയയുടെ ഒറിജിൻ പഠിച്ചു. ഇനി ഹിമാലയ എങ്ങനെ ഫോം ചെയ്തിരിക്കുന്നതാണ് പഠിക്കാൻ വന്നത്. അപ്പോൾ നമ്മുടെ ലിത്തോസ്ഫിയർ പ്ലേറ്റ്സിൻ്റെ കംപ്രഷൻ മൂലം കൺവേർജൻ ബൗണ്ടറീസിൻ്റെ മേലെയുള്ള റോക്ക് ലെയേഴ്സ് ഫോൾഡ് ചെയ്ത് നിൽക്കും. ഇത് ഇതിന് കാരണമാകും ഫോൾഡ് മൗണ്ടെയ്ൻസ് ഉണ്ടാവാനുള്ള കാരണമാകുന്നു. അതായത് നമ്മുടെ ഇന്ത്യൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും, ഇന്ത്യൻ പ്ലേറ്റ് പറയുമ്പോൾ അതിനകത്ത് പെനിൻസുലാർ ഇന്ത്യയും അതുപോലെ ഓസ്ട്രേലിയൻ കോണ്ടിനെൻറ്റ്സാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ പ്ലേറ്റ് നോർത്ത് വാർഡ്സ് മൂവ് ചെയ്തിട്ട് യൂറേഷ്യൻ പ്ലേറ്റിൽ പോയിട്ട് ഇടിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കിടക്കുന്ന തെതിസ് സീബഡ് പറയുന്ന ഏരിയ ബൾജ് ചെയ്ത് വരും. അതായത് അതൊന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് വരും. അപ്പോൾ അപ്ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു മൗണ്ടെയിൻ്റെ ഷേപ്പിലാണ് വരുന്നത്. ആ ഇതിനെയാണ് നമ്മൾ ഹിമാലയ എന്ന് പേരിട്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഹിമാലയ ഫോം ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ ഹിമാലയാസ് റീജിയണൽ ഡിവിഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഹിമാലയയിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്ത് വരുന്ന റിവേഴ്സ് വന്നിട്ട് അതിൻ്റെ തീരപ്രദേശത്ത് ഒരു ഡീപ്പ് വാലി ക്രിയേറ്റ് ചെയ്യും. അതിനാണ് നമ്മൾ ഗോർജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഹിമാലയാസിൻ്റെ റീജിയണൽ ഡിവിഷൻ നടത്തുന്നത്. അപ്പോൾ മെയിനായിട്ട് വരുന്ന റീജിയണൽ ഡിവിഷൻസ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഹിമാലയാസ്, സെൻട്രൽ ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിമാലയാസ് ആണ്. ഇപ്പോൾ വെസ്റ്റേൺ ഹിമാലയസ് വരുന്ന റിവേഴ്സ് എന്ന് പറയുന്നത് ഇൻഡസ്, കാളി. അതുപോലെ സെൻട്രൽ ഹിമാലയസിൽ വരുന്നത് കാളി, ടീസ്റ്റ. അതുപോലെ ഈസ്റ്റേൺ ഹിമാലയാസിൽ ടീസ്റ്റ, ബ്രഹ്മപുത്ര എന്നിവയൊക്കെയാണ്. റീജിയണൽ ഡിവിഷൻസിൽ ആദ്യം വരുന്ന വെസ്റ്റേൺ ഹിമാലയസ് ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വെസ്റ്റേൺ ഹിമാലയസ് എന്ന് പറയുന്നത് ഇൻഡസ് റിവർ മുതൽ, ഈ കാണുന്ന ഇൻഡസ് റിവർ മുതൽ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ നോർത്തും അതുപോലെ തന്നെ കാളി റിവർ വാലി വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്നത്. കാളി റിവർ പറയുന്നത് ഉത്തരാഖണ്ഡിൽ വരുന്ന ഈസ്റ്റേൺ പാർട്ടിലാണ്. ഈ വെസ്റ്റേൺ ഹിമാലയസിനെ നമ്മൾ മെയിനായിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കാശ്മീർ ഹിമാലയ, നെക്സ്റ്റ് ഹിമാചൽ ഹിമാലയ, പിന്നെ വരുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയ. ഹിമാചൽ ഹിമാലയയിൽ തന്നെയാണ് നമ്മൾ ഉത്തരാഖണ്ഡ് ഹിമാലയ എന്ന് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാശ്മീർ ഹിമാലയയെ കുറിച്ചാണ്. ഇപ്പോൾ കാശ്മീർ ഹിമാലയ എത്ര മുതൽ എത്ര വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കണം നോക്കാം.
അപ്പോൾ ഇത് വന്നിട്ട് ജമ്മു ആൻഡ് കാശ്മീറും അതുപോലെ ലഡാക്കിലുമായിട്ട് 3.5 ലാക്ക് സ്ക്വയർ കിലോമീറ്ററിലാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 700 കിലോമീറ്ററും അതുപോലെ വിഡ്ത്ത് എന്ന് പറയുന്നത് 500 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ ഈ കാശ്മീർ ഹിമാലയയിലുള്ള മൗണ്ടൻ റേഞ്ചസിൻ്റെ പ്രത്യേകത പറയുന്നത് അതിൻ്റെ പീക്സിലൊക്കെ സ്നോ കവർ ചെയ്ത് കിടക്കുന്നുണ്ടാവും. അതുപോലെ വാലിയും ഹിൽസും ആണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന റേഞ്ചസ് എന്ന് പറയുന്നത് കാരക്കോരം, സസ്കാർ, ലഡാക്ക് ആൻഡ് പിർ പഞ്ചാൽ എന്നിവയൊക്കെയാണ്. അപ്പോൾ ലോകത്തിൽ തന്നെ രണ്ടാമത് സ്ഥാനം പിടിച്ച മൗണ്ട് K2 പറയുന്ന ഹയസ്റ്റ് പീക്ക് വന്നിട്ട് ഈ ഒരു കാരക്കോരം റേഞ്ചിനകത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ആദ്യം കീഴടക്കിയത് ഗോഡ്വിൻ ഓസ്റ്റിൻ പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം 8611 മീറ്റേഴ്സാണ് ഈ ഒരു മൗണ്ട് K2ൻ്റെ മേലെ കയറിയത്. ഈ ഒരു റീജിയനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുന്നത് സിയാച്ചൻ, വോൾട്ടോറ എന്നിവയൊക്കെയാണ്. ഗ്ലേഷ്യേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞുകട്ടകൾ, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മഞ്ഞുകട്ടകളിലാണ് നമ്മൾ ഗ്ലേഷ്യേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് വരുന്ന രണ്ട് ഗ്ലേഷ്യേഴ്സ് എന്ന് പറയുന്നത് സിയാച്ചനും വോൾട്ടാരോ ആണ്. അപ്പോൾ ഈ ഒരു ഗ്ലേഷ്യേഴ്സ് ആണ് ഇൻഡസ് റിവറിനും അതുപോലെ അതിൻ്റെ ട്രിബ്യൂട്ടറീസ് പറയുന്ന ആരൊക്കെയാണ്? രവി, ജലം, ചെനാബ്. അപ്പോൾ ഇവർക്കൊക്കെ വാട്ടർ ഫ്ലോ ത്രൂ ഔട്ട് ദ ഇയർ കിട്ടുന്നത് ഈ ഒരു ഗ്ലേഷ്യേഴ്സ് മൂലമാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിനകത്ത് ഒരു മൗണ്ടെയിൽ നിന്നും മറ്റോ മൗണ്ടെയിലോട്ട് മൂവ് ചെയ്യാൻ കുറച്ച് മൗണ്ടെയിൻ പാസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാസഞ്ചേഴ്സിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന മെയിൻ പാസേജ് പറയുന്നത് ബനിഹാൽ പാസ് ആണ്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ പിർ പഞ്ചൽ റേഞ്ച് മുതൽ ജമ്മു ആൻഡ് കാശ്മീർ വാലി വരെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കാശ്മീർ ഹിമാലയ റേഞ്ചിനകത്ത് കുറേ ഫ്രഷ് വാട്ടർ ലേക്സ് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേക്കാണ് ദാൽ ലേക്ക് എന്ന് പറയുന്നത്. നമ്മുടെ കമേഴ്ഷ്യൽ സെൻറ്ററും അതായത് ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് പ്ലേസുമായ ശ്രീനഗർ വന്നിട്ട് ഈ ഒരു ലേക്കിൻ്റെ തീരത്താണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷിക്കാര ബോട്ട്സും അതുപോലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സൊക്കെ ഈ ഒരു റേഞ്ചിനകത്താണ് വരുന്നത്. അത് വന്നിട്ട് നമ്മുടെ കാശ്മീർ ടൂറിസത്തിൻ്റെ ഹോൾമാർക്കായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാശ്മീർ ഹിമാലയസിൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമ്മർ സീസണിൽ വന്നിട്ട് മൗണ്ടൻ സ്ലോപ്സിനകത്തൊക്കെ ചെറിയ ചെറിയ മിഡോസൊക്കെ ഫോം ചെയ്യും. അതിന് നമ്മൾ മാർക്സ് എന്ന് പറയും. മിഡോസ് പറഞ്ഞാൽ ചെറിയ ചെറിയ പുല്ലുകളിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മാർക്സ് ഒക്കെ വന്നിട്ട് വിൻ്റർ സീസൺ ആകുമ്പോൾ മഞ്ഞ് മൂലം എല്ലാം കവർ ചെയ്ത് നിൽക്കും. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ടൂറിസ്റ്റിനൊക്കെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ടൂറിസ്റ്റ് ഇവിടെ വന്നിട്ട് വിൻ്റർ ഗെയിംസ് ഒക്കെയാണ് കളിക്കാറ്. വിൻ്റർ ഗെയിംസ് പറയുന്നത് ഏതൊക്കെയാണ്? നമ്മൾ സ്കൈയിങ് പോലത്തെ കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് അവർ എൻജോയ് ചെയ്യാറുണ്ട്. അതിൽ മെയിനായിട്ട് വരുന്ന രണ്ട് എക്സാമ്പിൾ എന്ന് പറയുന്നത് സോൺമാർഗും ഗുൽമാർഗും ആണ്. അപ്പോൾ സമ്മർ സീസണിലും അതുപോലെ വിൻ്റർ സീസണും രണ്ട് സമയത്തും ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഈ ഗുൽമാർഗ് അല്ലെങ്കിൽ സോൺമാർഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഹിമാലയ എന്താണെന്ന് പഠിക്കാം. ഹിമാലയ മെയിനായിട്ട് ഷെയർ ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ് എന്ന സ്റ്റേറ്റിനാണ്. അപ്പോൾ ഇതിൻ്റെ അവിടെ ഒഴുകുന്ന നദികൾ എന്ന് പറയുന്നത് ചേനാബ്, രവി, ബീസ് എന്ന നദികളാണ്. അതുപോലെ ഇവിടെയുള്ള മൗണ്ടൻ റേഞ്ചസ് എന്ന് പറയുന്നത് ദൗലധാറും അതുപോലെ പിർ പഞ്ചലുമാണ്. ഈ ഒരു മൗണ്ടൻ റേഞ്ചസിനകത്ത് കുറേ ഫ്രഷ് വാട്ടർ ലേക്സ് ഉണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നതാണ് ചന്ദ്രതാലും അതുപോലെ സുരജ് താലും. ഈ ഒരു മൗണ്ടൻ റേഞ്ചസിനകത്ത് നമുക്ക് രണ്ട് പാസസ് ആണ് ഉള്ളത്. അതിൽ മെയിനായിട്ട് ഒന്ന് പറയുന്നത് ബാരാലാച്ച ലാ പാസ്. അതെന്താണ്? ഹിമാചൽ പ്രദേശിനെയും അതുപോലെ ലഡാക്കിനെയുമാണ് കണക്ട് ചെയ്യുന്നത്. അതുപോലെ റോഹ്തങ് പാസ് അത് കണക്ട് ചെയ്യുന്നത് കുളു വാലി, ലാഹോയിലുള്ള കുളു വാലിയും അതുപോലെ തന്നെ സ്പിറ്റി വാലീസും തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ടൂറിസ്റ്റിനെ എല്ലാം അട്രാക്ട് ചെയ്യുന്ന ഒരു മെയിൻ ഏരിയയാണ് നമ്മുടെ ഹിമാലയ എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള ബ്യൂട്ടിഫുൾ വാലീസ് എന്ന് പറയുന്നത് കുളു, കാങ്കര ആൻഡ് ലാഹോലാണ്. അതുപോലെ ഇതിനകത്ത് കുറേ ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് നമുക്ക് കാണാൻ കഴിയും. അതിന് മെയിനായിട്ട് വരുന്നതാണ് ഷിംല, മനാലി. ഇതിൻ്റെ അകത്തുള്ള വരുന്ന സീസൺസ് എന്ന് പറയുന്നത് സ്നോഫാളും അതുപോലെ മൈൽഡ് വിൻ്റേഴ്സും ആണ്. ചില സ്ഥലത്തുകളിൽ മാത്രം നമുക്ക് ഹോട്ട് സ്പ്രിങ്ങും കാണാൻ കഴിയുന്നതായിരിക്കും. ഇത് നമ്മുടെ ടൂറിസ്റ്റുകളെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയെക്കുറിച്ചാണ്. ഉത്തരാഖണ്ഡ് ഹിമാലയ പറയുന്നത് ഹിമാലയസിൻ്റെ ഒരു പാർട്ടാണ്. അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് സത്ലജ് റിവർ മുതൽ കാളി റിവർ വരെയാണ്. അപ്പോൾ ഉത്തരാഖണ്ഡിൻ്റെ വെസ്റ്റ് സൈഡിന് നമ്മൾ ഗഡ്വാൽ ഹിമാലയ എന്നും അതുപോലെ ഈസ്റ്റേൺ സൈഡിന് നമ്മൾ കുമവോൺ ഹിമാലയാസുമാണ് പറയുന്നത്.
ഈ ഒരു റീജിയനകത്ത് നമുക്ക് കുറേ ഹൈ പീക്സ് എല്ലാം കാണാൻ കഴിയും. അതിൽ മെയിനായിട്ട് വരുന്നതാണ് നന്ദാദേവി, കാമത്ത്, ബദ്രിനാഥ്, കേദർനാഥ് എന്നുപോലെയുള്ള പീക്സുകൾ. ഉത്തരാഖണ്ഡ് ഹിമാലയൻ്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെ നോക്കാം. ഈ ഒരു റേഞ്ചിനകത്താണ് നമുക്ക് വരുന്ന 2 ഗ്ലേഷ്യേഴ്സ്, അതായത് ഗംഗോത്രിയും യമുനോത്രിയും. ഈ ഒരു ഗ്ലേഷ്യേഴ്സിൽ നിന്നാണ് നമ്മുടെ ഗംഗയും യമുനയും ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത്. ഇവിടെയും നമുക്ക് കുറച്ച് ഫ്രഷ് വാട്ടർ ലേക്സ് കാണാൻ കഴിയും. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ നൈനിത്താൽ, ഭീംതാൽ എന്നിവയൊക്കെയാണ്. നമ്മുടെ ലെസർ ഹിമാലയസിൻ്റെയും ശിവാലിക് ഹിൽസിൻ്റെയും ഇടയിലുള്ള ഫ്ലാറ്റ് വാലീസിന് നമ്മൾ ഡ്യൂൺസ് എന്ന് പറയുന്നത്. അതായത് ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിലുള്ള ഡെഹ്റാഡൂൺ ആണ് ഇതിൽ ഫേമസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചിനകത്ത് നമുക്ക് മെയിനായി കാണുന്ന ട്രീസ് എന്നൊക്കെ പറയുന്നത് ആൽപൈൻ മരങ്ങളാണ്. അപ്പോൾ ഇത് വന്നിട്ട് സമ്മർ സീസണിൽ ബഗ്യാൾസ് എന്ന് പറയും. അതുപോലെ തന്നെ വിൻ്റർ സീസൺ ആകുമ്പോൾ ഈ ബഗ്യാൾസ് എല്ലാം മഞ്ഞുകൊണ്ട് മൂടുകയും അതുപോലെ ടൂറിസ്റ്റുകൾക്ക് ഒരു അട്രാക്ഷൻ പ്ലേസ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതിൽ വരുന്ന മെയിനായിട്ടുള്ള 2 ബഗ്യാൾസ് എന്ന് പറയുന്നത് ദയാര ബഗ്യാലും അതുപോലെ ഗോർസൺ ബഗ്യാലുമാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൻട്രൽ ഹിമാലയാസ് ആണ്. റിവർ കാളി മുതൽ റിവർ ടീസ്ത വരെയാണ് ഈ സെൻട്രൽ ഹിമാലയാസ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്. ഈ സെൻട്രൽ ഹിമാലയസിന് നമ്മൾ നേപ്പാൾ ഹിമാലയ എന്നും പറയാറുണ്ട്. കാരണം ഈ ഒരു റീജിയൻ മെയിനായിട്ട് കിടക്കുന്നത് നേപ്പാളിനകത്താണ്. സെൻട്രൽ ഹിമാലയസ് വരുന്ന 2 റീജിയൻ, മെയിനായിട്ടുള്ള 2 റീജിയൻ, ഇന്ത്യയിലുള്ള 2 റീജിയൻ എന്ന് പറയുന്നത് വെസ്റ്റേൺ സിക്കിമും അതുപോലെ ഡാർജിലിംഗ് റീജിയനുമാണ്. നമ്മുടെ വേൾഡിലെ ഹൈയസ്റ്റ് പീക്കായ മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അത് വന്നിട്ട് ഈ ഒരു റേഞ്ചിനകത്താണ് കിടക്കുന്നത്. അതുപോലെ തന്നെ മൗണ്ട് കാഞ്ചൻജംഗയും അതുപോലെ നാത്തൂല പാസ് പറയുന്നത് ഇന്ത്യനെയും ചൈന ബോർഡറിനെയും കണക്ട് ചെയ്യുന്ന ആ ഒരു ബോർഡറും ഈ ഒരു റീജിയനകത്താണ് കിടക്കുന്നത്. സെൻട്രൽ ഹിമാലയസിൻ്റെ മറ്റ് പ്രത്യേകത പറയുന്നത് പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടുത്തെ സീസൺ അല്ലെങ്കിൽ കണ്ടീഷൻസ് നോക്കിയിട്ട് ടീ കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴത്തെ ഇൻ്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള ഡാർജിലിംഗ് ടീ വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിനകത്താണ്. പിന്നെ പറയുന്നതാണ് സിക്കിം ഹിമാലയ പറയുന്നത്. അതിൻ്റെ മെയിനായിട്ട് വരുന്ന ഫീച്ചേഴ്സ് പറയുന്നത് ടീസ്റ്റ റിവറും അതിൻ്റെ സ്ട്രീംസും ആണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈസ്റ്റേൺ ഹിമാലയാസിനെ കുറിച്ചാണ്. വെസ്റ്റേൺ ഹിമാലയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈസ്റ്റേൺ ഹിമാലയസിനകത്ത് ലോ ഹിൽസാണ് നമുക്ക് കാണപ്പെടുന്നത്. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത് ടീസ്റ്റ റിവർ മുതൽ ഈസ്റ്റിൽ കിടക്കുന്ന ബ്രഹ്മപുത്ര റിവർ വരെയാണ്. ഈ ഒരു ഹിമാലയാസിനെ നമ്മൾ ആസാം ഹിമാലയാസ് എന്നും വിളിക്കാറുണ്ട്. ഈ ഹിമാലയസിലുള്ള ഒരു ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് നംച ബർവ പീക്കാണ്. അതിൻ്റെ ഹൈറ്റ് പറയുന്നത് 7756 മീറ്റർ ആണ്. അപ്പോൾ ഈ ഒരു ഈസ്റ്റേൺ ഹിമാലയ റീജൻസിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ് എന്ന് പറയുന്നത് ബ്രഹ്മപുത്ര, കാമങ്, ലോഹിത് ആൻഡ് സുബാൻസിരിയാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് 2 പാസേജ് കാണാൻ കഴിയും. അതിൽ ആദ്യത്തെ വന്നിട്ട് ബോംഡില പാസേജ് ആണ്. അത് വന്നിട്ട് അരുണാചൽ പ്രദേശും ലാസയും തമ്മിൽ കണക്ട് ചെയ്യും. ലാസ പറയുന്നത് നമ്മുടെ ടിബറ്റിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ്. നെക്സ്റ്റ് പാസേജ് പറയുന്നത് ദീപു ആണ്. അത് വന്നിട്ട് മ്യാൻമാറുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പാർട്ടിൽ നമുക്ക് ലാസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് പൂർവാച്ചൽ ഹിൽസ്. നമ്മുടെ ഹിമാലയ മൗണ്ടൻസിന് ചെറിയ എലിവേഷൻ ആയിട്ടുള്ള ഹിൽസ് ആയിട്ട് കാണപ്പെടുന്നത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ്. അതായത് അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ. ഈ ഹിൽസിനെയാണ് നമ്മൾ പൂർവാച്ചൽ ഹിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എലിവേഷൻ എന്ന് പറയുന്നത് 500 to 3000 മീറ്റേഴ്സുമാണ് എബോവ് സീ ലെവൽ. അപ്പോൾ ഇവിടെ വരുന്ന മെയിനായിട്ടുള്ള ഹിൽസ് എന്ന് പറയുന്നത് പട്കായ് ബം, അതുപോലെ നാഗ ഹിൽസ്, മിസോ ഹിൽസ്, മണിപ്പൂർ ഹിൽസ് എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ചിറാപുഞ്ചിയും അതുപോലെ മോസിറാം എല്ലാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 2 ഏരിയയിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ റെയിൻഫോൾ ലഭിക്കുന്നത്. ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസിനകത്തുള്ള ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റും അതുപോലെ സെൻട്രൽ ഏഷ്യയും തമ്മിൽ ഒരു ക്ലൈമാറ്റിക് ഡിവിഷൻ തന്നെ ഹിമാലയ ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഹിമാലയൻ മൗണ്ടൻ റീജിയനിലെ ക്ലൈമറ്റ് വന്നിട്ട് ആ ഒരു പർട്ടിക്കുലർ റീജിയനിലുള്ള എലിവേഷനും അതുപോലെ ടോപ്പോഗ്രാഫിക്ക് അനുസരിച്ചിട്ടായിരിക്കും വാരി ചെയ്യുന്നത്. അതുപോലെ ശിവാലിക് ഫുഡ് ഹിൽസ്, ലോവർ മൗണ്ടൻ സ്ലോപ്സിനകത്തൊക്കെ മൈൽഡ് ക്ലൈമറ്റ് ആയിരിക്കും പൊതുവെ അനുഭവപ്പെടാറ്. പക്ഷേ ഹയർ എലിവേഷനുള്ള സ്ഥലത്തൊക്കെ ലോ ടെമ്പറേച്ചറും അതുപോലെ വിൻ്റർ ക്ലൈമറ്റ് കണ്ടീഷൻ വന്നിട്ട് നല്ല ഹൈയുമായിരിക്കും. ഇപ്പോൾ ലഡാക്ക് പോലത്തെ റീജിയനിലൊക്കെ എക്സ്ട്രീം വിൻ്റർ ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സൗത്ത് വെസ്റ്റ് മൺസൂൺ റെയിൻസ് പൊതുവായി ലഭിക്കുന്നത് ശിവാലിക് റേഞ്ചസിലുള്ള സദേൺ സ്ലോപ്സിലും അതുപോലെ നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലും ആയിരിക്കും.
മൗണ്ടെയ്ൻസിലുള്ള ഹയർ റീജിയൻസിലൊക്കെ സ്നോഫാൾ ആയിരിക്കും അനുഭവപ്പെടുന്നത്. അതുപോലെ ബേ ഓഫ് ബംഗാളിൽ നിന്നും വരുന്ന മൺസൂൺ വിൻഡ്സ് വന്നിട്ട് ആസം ഹിമാലയാസും പൂർവാച്ചൽ ഹിൽസിൻ്റെ ഇടയിൽ ട്രാപ്പ് ആവും. അതിൻ്റെ ഫലമായിട്ട് മോയ്സ്ചർ കിട്ടുന്നതിന് പകരം എർത്തിൽ വരുന്നത് റെയിൻ ആയിട്ടായിരിക്കും. അതുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ, അതായത് മേഘാലയ പ്ലാറ്റ്യൂ പോലുള്ള സ്ഥലങ്ങൾ കൂടുതൽ റെയിൻഫോൾ ലഭിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിമാലയൻ ഡ്രൈനേജ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഡ്രൈനേജ് സിസ്റ്റത്തെ നമ്മൾ റിവർ സിസ്റ്റം എന്നും കൂടി പറയും. അപ്പോൾ ഇത് ഏതൊക്കെ റിവേഴ്സ് ചേർന്നിട്ടാണ് ഫോം ചെയ്തിട്ടെന്ന് നോക്കാം. അപ്പോൾ ഇൻഡസ് മുതൽ ഗംഗ, ബ്രഹ്മപുത്ര പോലെയുള്ള നദികളും അതിൻ്റെ ട്രിബ്യൂട്ടറീസും കൂടി ചേർന്നിട്ടാണ് ഈ ഹിമാലയൻ ഡ്രൈനേജ് സിസ്റ്റം അഥവാ ഹിമാലയൻ റിവർ സിസ്റ്റം ഫോം ചെയ്തിരിക്കുന്നത്. ഈ റിവേഴ്സ് എല്ലാം ത്രൂ ഔട്ട് ദ ഇയർ റെയിൻ ഫെഡ് അല്ലെങ്കിൽ സ്നോ ഫെഡ് ആയിരിക്കും. അതായത് റെയിൻ വാട്ടർ എപ്പോഴും ഈ നദികളിലൂടെ ഒഴുകി വരും. അതുപോലെ തന്നെ സ്നോ ഫെഡും, സ്നോസ് എല്ലാം ഉരുകിയിട്ട് അത് വെള്ളമായിട്ട് ഈ നദിയിൽ കൂടെ തന്നെയാണ് ഒഴുകി വരുന്നത്. അപ്പോൾ ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് നല്ല വെള്ളം കിട്ടുന്ന റിവേഴ്സാണ് ഈ ഇൻഡസും ഗംഗയും ബ്രഹ്മപുത്രയും അതിൻ്റെ ട്രിബ്യൂട്ടറീസും. അപ്പോൾ ഈ നദികളൊക്കെ നിറഞ്ഞൊഴുകുന്ന നദികളായതുകൊണ്ട് ഇവയെല്ലാം ഒരു വി ഷേപ്ഡ് വാലീസ് അല്ലെങ്കിൽ ഗോർജസ് പോലത്തെ ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇതിനകത്ത് വാട്ടർഫോൾസ് എപ്പോഴും ഉണ്ടാവുകയും ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിമാലയൻ റേഞ്ചസിൽ വരുന്ന സോയിലിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ മൗണ്ടെയിൻ സോയിലും ഫോറസ്റ്റ് സോയിലും ആണ് മെയിനായിട്ട് ഹിമാലയൻ ടെറൈൻസിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു സോയിലിൻ്റെ ടെക്സ്ചറും അതുപോലെ തന്നെ ആ ഒരു സോയിൽ പാർട്ടിക്കളുടെ സൈസ് എല്ലാം മൗണ്ടെയിനിൻ്റെ എൻവിറോൺമെൻറ്റ് അനുസരിച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. ഹിമാലയൻ വാലീസിലൊക്കെ നമ്മൾ പൊതുവായി കാണുന്നത് ഫൈനായിട്ട് ഗ്രെയിൻ ചെയ്ത സോയിലായിരിക്കും. അതായത് നല്ല തരി മണ്ണായിരിക്കും ഈ ഒരു ഏരിയയിൽ കാണാം. അതിനകത്ത് വന്നിട്ട് ഹ്യൂമസ് കണ്ടന്റ് വളരെ അധികമായിരിക്കും. ഹ്യൂമസ് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സ്, അനിമൽസിൻ്റെ ഡീകമ്പോസിഷൻ മൂലം ഒരു ഓർഗാനിക് പാർട്ടിക്കിൾസ് ആ സോയിൽ ക്രിയേറ്റ് ആവും. അതിനെയാണ് നമ്മൾ ഹ്യൂമസ് പറയുന്നത്. അപ്പോൾ ഈ വാലീസിലെല്ലാം ഹ്യൂമസ് കണ്ടന്റുള്ള സോയിലായിരിക്കും മെയിനായിട്ട് കാണുന്നത്. അതേസമയം നല്ല ഹൈ ആയിട്ടുള്ള സ്ലോപ്സിനകത്ത് ഗ്രൈൻഡ് സോയിൽ തന്നെയായിരിക്കും, പക്ഷെ അതിനകത്തുള്ള ഹ്യൂമസ് കണ്ടന്റ് പറയുന്നത് ലോ ആയിരിക്കും. വാലീസിലൊക്കെ നമ്മൾ പൊതുവായി കാണുന്നത് അലൂവിയൽ സോയിലിൻ്റെ ഡിപ്പോസിഷനാണ്. അതേസമയം കാശ്മീർ വേലിനകത്ത് കാരവാസ് പറഞ്ഞ ഡിപ്പോസിഷനാണ് കാണുന്നത്. കാരവാസ് പറയുന്നത് നല്ല ഹ്യൂമസ് റിച്ചുള്ള ഫൈൻ സോയിലാണ്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സാഫ്രോൺ കൾട്ടിവേഷനാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാച്ചുറൽ വെജിറ്റേഷനെ കുറിച്ചാണ്. ഹിമാലയൻ ടെറൈനിലുള്ള നാച്ചുറൽ വെജിറ്റേഷന് ചില ഫാക്ടേഴ്സിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ആ ഫാക്ടേഴ്സ് എന്താണെന്ന് വെച്ചാൽ എലിവേഷൻ, ടോപ്പോഗ്രഫി, സോയിലിൻ്റെ ടൈപ്പ്, അതുപോലെ ക്ലൈമറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ആവറേജ് റെയിൻഫോൾ പറയുന്നത് 200 സെൻറ്റിമീറ്ററിൻ്റെ എബവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈസ്റ്റേൺ ഹിമാലയസിലും അതുപോലെ നോർത്ത് ഈസ്റ്റേൺ ഹിൽസിലൊക്കെ ട്രോപ്പിക്കൽ എവർഗ്രീൻ വെജിറ്റേഷൻ ആണ് കൂടുതലും കാണാൻ കഴിഞ്ഞത്. ട്രോപ്പിക്കൽ എവർഗ്രീൻ പറയുമ്പോൾ അവിടെ എപ്പോഴും ത്രൂ ഔട്ട് ദ ഇയർ പച്ചപ്പുള്ള മരങ്ങളും ചെടികളൊക്കെ ആയിരിക്കും നമുക്ക് പൊതുവെ കാണാൻ കഴിയുന്നത്. ഓൾട്ടിറ്റ്യൂഡിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ഇവിടുത്തെ ടെമ്പറേച്ചർ ഡിക്രീസ് ആവുകയും ആ ഒരു വ്യത്യാസം നമ്മുടെ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചിലുള്ള നാച്ചുറൽ വെജിറ്റേഷനകത്ത് കാണാൻ കഴിയുകയും ചെയ്യുന്നു. ഓൾട്ടിറ്റ്യൂഡിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് ആ ഒരു ഏരിയയിലുള്ള ടെമ്പറേച്ചർ ഡിക്രീസ് ആവും. ആ ഒരു വ്യത്യാസം നമുക്ക് ഹിമാലയൻ മൗണ്ടൻ റീജിയനിലുള്ള നാച്ചുറൽ വെജിറ്റേഷനകത്ത് വിസിബിൾ ആവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഓൾട്ടിറ്റ്യൂഡിനനുസരിച്ച് എവർഗ്രീൻ ഫോറസ്റ്റ് മുതൽ തുന്ദ്ര പോലെയുള്ള കോൾഡ് ക്ലൈമറ്റ് വെജിറ്റേഷൻ വരെ നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ലോവർ മൗണ്ടൻ സ്ലോപ്സിലും അല്ല വാലീസിലും കാണാൻ കഴിയുന്നത് സെമി എവർഗ്രീനും അതുപോലെ തന്നെ ഡെസിഡിയസ് ഫോറസ്റ്റുകളാണ്. ഡെസിഡിയസ് ഫോറസ്റ്റ് പറഞ്ഞാൽ ഓരോ വർഷം തോറും അതിൻ്റെ ഇലകളൊക്കെ പോയിട്ട് പുതിയ ഇലകൾ വരും. അതിനെയാണ് നമ്മൾ ഡെസിഡിയസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൗണ്ടൻ സ്ലോപ്സിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് കോൺഫറസ് ട്രീസ് ആണ്. അതിന് എക്സാമ്പിളായി പറയുകയാണെങ്കിൽ പൈൻ ട്രീ അല്ലെങ്കിൽ ഡിയോഡർ എന്നിവയൊക്കെയാണ്. ഇപ്പോൾ കോൺഫറസ് പറയുന്നത് പ്രത്യേകത പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു മരങ്ങളുടെ ലീഫെല്ലാം നീഡിൽ പോലെയായിരിക്കും. ഈ ഒരു ഏരിയയിലുള്ള ഹയർ ആൾട്ടിറ്റ്യൂഡ്സിൽ നമുക്ക് സ്ട്രബ്സ് പോലത്തെ ചെടികളാണ് കാണാൻ കഴിയുക. സ്ട്രബ്സിന് എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ജൂനിപ്പേഴ്സ്, റോഡോഡെൻഡ്രോൺസ് എന്നിവയൊക്കെയാണ്. അതുപോലെ തന്നെ ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന വെജിറ്റേഷൻ പറയുന്നത് ആൽപൈൻ മിഡോസ് ആണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിമാലയൻ റീജിയനിലുള്ള വൈൽഡ് ലൈഫിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ വൈൽഡ് അനിമൽസിൻ്റെ ഒരു നാച്ചുറൽ ഹാബിറ്ററ്റ് ആയിട്ട് തന്നെ നമുക്ക് ഹിമാലയൻ റീജിയനെ പറയാവുന്നതാണ്.
അപ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ട് കാണുന്ന മൃഗങ്ങൾ എന്ന് പറയുന്നത് യാക്ക്, മസ്ക് ഡിയർ, സിംഗിൾ ഹോൺഡ് റിനോസേഴ്സ്, അതുപോലെ തന്നെ സ്നോ ലെപ്പേർഡ് എന്നിവയൊക്കെയാണ്. ഈ ഒരു ഏരിയയിൽ അത് ഹിമാലയൻ റെയറിനകത്ത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷന് വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന കുറച്ച് സ്ഥാപനങ്ങളുണ്ട്. അതാണ് ഒന്ന് ബയോസ്ഫിയർ റിസർവ്സ്, നാഷണൽ പാർക്സ്, അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിമാലയൻ ടെറൈൻ വരുന്ന അഗ്രികൾച്ചറിനെ കുറിച്ചാണ്. അപ്പോൾ ടെറൈൻ്റെ ലിമിറ്റേഷൻ മൂലം മൗണ്ടൈനസ് റീജിയനകത്തൊക്കെ അഗ്രികൾച്ചർ വളരെ കുറവാണ്. പിന്നെ ഈ അഗ്രികൾച്ചറിനെ എഫക്റ്റ് ചെയ്യുന്ന വേറെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എലിവേഷൻ, അതുപോലെ സ്റ്റീപ്നെസ് ഓഫ് സ്ലോപ്പ്, അതായത് മൗണ്ടൈനസ് റീജിയൻസിൻ്റെ സ്ലോപ്പ് പറയുന്നത് വളരെ കുത്തനെയായിരിക്കും. പിന്നെ ഇമെച്യൂർ സോയിൽ, അത് അഗ്രികൾച്ചറിന് വേണ്ട സോയിലായിരിക്കില്ല ആ ഒരു പ്രദേശത്ത് ഉണ്ടാവുക. അതുപോലെ തന്നെ ലോ ടെമ്പറേച്ചർ എന്നിവയൊക്കെയാണ്. അപ്പോൾ ഈ മൗണ്ടൈനസ് റീജിയനിൽ താമസിക്കുന്ന കുറച്ച് കമ്മ്യൂണിറ്റീസ് വന്നിട്ട് അവർ കുറച്ച് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പാഡി, ലെഗ്യൂംസ്, പൊട്ടാറ്റോസ് ഒക്കെ റെയിനി സീസണിൽ അവരവിടെ കൾട്ടിവേറ്റ് ചെയ്യും. അതുപോലെ തന്നെ വീറ്റ്, അതുപോലെ ടെമ്പറേറ്റ് ഫ്രൂട്ട് ക്രോപ്സ് ഒക്കെയാണ് സ്പ്രിംഗ് സീസണിൽ അവർ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഈസ്റ്റേൺ ഹിമാലയസിലും അതുപോലെ തന്നെ മൗണ്ടൻ സ്ലോപ്സിലും കാണുന്ന മേജർ ആയിട്ടുള്ള കൾട്ടിവേഷൻ എന്ന് പറയുന്നത് ടീ ആണ്. ഈസ്റ്റേൺ ഹിമാലയസ് പറയുന്നത് മെയിനായിട്ട് വരുന്നതാണ് ആസാമും ഡാർജിലിംഗ് റീജിയൻസും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ടീ കൾട്ടിവേഷൻ കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ ട്രൈബൽ പോപ്പുലേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർത്തേൺ ഈസ്റ്റേൺ ഹിൽസിലാണ് അവർ കൾട്ടിവേഷൻ ചെയ്യുന്നത്. അവിടെ ചെയ്യുന്ന കൾട്ടിവേഷൻ പറയുന്നത് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആണ്. അതായത് ഒരു വർഷം അവർ എന്തെങ്കിലും ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്തിട്ട് പിന്നെ അത് ആ ഒരു ലാൻഡ് അവരവിടെ ലീവ് ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്കാണ് പോവാറ്. ഇതിന് നമ്മൾ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിമാലയൻ മൗണ്ടെയ്ൻസിലുള്ള അനിമൽ റിയറിങ്ങിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഹിമാലയൻ മൗണ്ടെയ്ൻസിലുള്ള ജനങ്ങളുടെ മെയിൻ ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് അനിമൽ റിയറിംഗ് ആണ്. അതായത് മൃഗങ്ങളെ വളർത്തുക, അവരെ സംരക്ഷിക്കുക എന്നിവയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മൗണ്ടെയ്ൻ റീജിയൻസിൻ്റെ എലിവേഷൻ അനുസരിച്ച് അവിടെയുള്ള ക്ലൈമറ്റ് വാരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ക്ലൈമറ്റ് മാറുന്നതിനനുസരിച്ച് അവർ വളർത്തുന്ന മൃഗങ്ങളുടെ ടൈപ്പ് മാറിക്കൊണ്ടേയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാലീസിലൊക്കെ വന്നിട്ട് ഗോട്ട്, കാറ്റിൽ എന്നിവപോലത്തെ മൃഗങ്ങളെയാണ് അവർ റിയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ മൗണ്ടൻ സ്ലോപ്സിൽ എടുക്കുകയാണെങ്കിൽ ഷീപ്പ്, ഹോസ് പോലത്തെ അനിമൽസിനെയാണ് അവർ റിയർ ചെയ്യുന്നത്. ഹിമാചൽ, ലഡാക്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ നല്ല എക്സ്ട്രീം കോൾഡ് ആയിരിക്കും അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കോൾഡിൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മൃഗങ്ങളെ ആയിരിക്കും ആ ഒരു ടൈമിൽ അവർ റിയർ ചെയ്യുക. അപ്പോൾ ഇതിനൊരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ യാക്ക് പോലത്തെ മൃഗങ്ങളെയാണ് ഈ ഹിമാചൽ, ലഡാക്ക് പറഞ്ഞ ഏരിയകളിൽ അവർ റിയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഈ വെസ്റ്റേൺ ഹിമാലയസിനകത്ത് താമസിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിനെ, അതായത് ഗ്രൂപ്പ് ഓഫ് ഷെപ്പേർഡ് ട്രൈബ്സിനെയാണ് നമ്മൾ ഗുജ്ജാസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയലിൽ നമുക്ക് വരുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ ഹിമാലയൻ റേഞ്ചസിലൊക്കെ സെവറൽ പിലിഗ്രിം സെൻറ്റേഴ്സ് ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ മെയിനായിട്ടുള്ളതാണ് കൈലാസ്, മാൻസരോവർ, അമർനാഥ്, ഹേമാകുണ്ട് സാഹിബ് എന്നിവയൊക്കെ. അതുപോലെ തന്നെ ഈ പിലിഗ്രിം സെൻറ്റേഴ്സ് കൂടാതെ തന്നെ കുറേ റിസോർട്ട് ടൗൺസുകൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാൻ കഴിയും. അതിൻ്റെ എക്സാമ്പിൾസായി പറയുകയാണെങ്കിൽ ഷിംല, ഡാർജിലിംഗ്, ഷിലോങ്, അൽമോറ, റാണിക്കറ്റ്, മുസൗറി, നൈനിറ്റാൽ എന്നിവയൊക്കെയാണ്. ഇപ്പോൾ വന്നിട്ട് ആ ഒരു ഭാഗത്ത് കുറേ അഡ്വഞ്ചർ ടൂറിസവും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കുറേ ഗെയിംസായ മൗണ്ടനിയറിങ്, അതുപോലെ പാരാഗ്ലൈഡിങ്, സ്കൈയിങ് എന്നിവയൊക്കെയാണ് നമുക്ക് ഇപ്പോൾ അവിടെ കാണാൻ പറ്റുന്ന അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ സ്പോർട്സുകൾ. ഈ ഒരു ട്യൂട്ടോറിയലിൻ്റെ സമ്മതിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞത് ഫിസിയോഗ്രാഫിക് ഡിവിഷൻസിനെ ടോപ്പോഗ്രാഫി അനുസരിച്ച് 5ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോർത്തേൺ മൗണ്ടൻ റീജിയൻ, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, പെൻസിലാർ പ്ലാറ്റ്യൂ, ഇന്ത്യൻ ഡെസേർട്ട്, കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ് എന്നിവ. നോർത്തേൺ മൗണ്ടൻ റീജിയൻ ഫോം ചെയ്യുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് നോർത്ത് മുതൽ നോർത്ത് ഈസ്റ്റേൺ ബൗണ്ടറി വരെയാണ്. നോർത്തേൺ മൗണ്ടൻ റീജിയനിൽ വരുന്ന ട്രാൻസ് ഹിമാലയസിനെ നമ്മൾ ഫർദറായി ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 3 ടൈപ്പായിട്ടാണ്. ഒന്ന് ഹിമാദ്രി, പിന്നെ വരുന്നത് ഹിമാചൽ, പിന്നെ വരുന്നത് ശിവാലിക്. ശിവാലിക് എന്ന് പറയുന്നത് ഹിമാലയൻ റേഞ്ചസിൻ്റെ സദേൺ മോസ്റ്റ് പാർട്ടിലാണ് വരുന്നത്. ശിവാലിക്കിൻ്റെ നോർത്തേൺ സൈഡിലാണ് ഹിമാചൽ മൗണ്ടൻ റേഞ്ച് വരുന്നത്. പിന്നെ വരുന്നതാണ് ഹിമാദ്രി. ഹിമാദ്രിനെ നമ്മൾ ഗ്രേറ്റർ ഹിമാലയാസ് അല്ലെങ്കിൽ ഇന്നർ ഹിമാലയാസ് എന്നും പറയാറുണ്ട്. ഹിമാചൽ ഹിമാലയയുടെ മേജർ ഷെയർ വന്നിട്ട് ഹിമാചൽ പ്രദേശ് എന്ന സ്റ്റേറ്റിലാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് ഹിമാലയാസ് എന്ന് പറയുന്നത് റിവർ സട്ലജ് മുതൽ റിവർ കാളി വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. അതുപോലെ സെൻട്രൽ ഹിമാലയാസ് എന്ന് പറയുന്നത് റിവർ കാളി മുതൽ റിവർ ടീസ്റ്റ വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. ഈസ്റ്റേൺ ഹിമാലയസിൻ്റെ ഭാഗത്താണ് നമ്മുടെ പൂർവാചൽ ഹിൽസ് എല്ലാം കാണപ്പെടുന്നത്. ഈസ്റ്റേൺ ഹിമാലയസിനെ നമ്മൾ ആസാം ഹിമാലയസ് എന്നും വിളിക്കാറുണ്ട്.
വെസ്റ്റേൺ ഹിമാലയസിനെ നമ്മൾ ഫർദറായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന 3 ഡിവിഷനാണ് കാശ്മീർ ഹിമാലയ, ഹിമാചൽ ഹിമാലയ, അതുപോലെ ഉത്തരാഖണ്ഡ് ഹിമാലയ. ഈ ഒരു ട്യൂട്ടോറിയലിൻ്റെ സമ്മതിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹിമാലയാസ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റും സെൻട്രൽ ഏഷ്യയ്ക്കും ഇടയിൽ കാലാവസ്ഥാ വിഭജനം ഉണ്ടാക്കുന്നു. ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര നദികളും അവയുടെ ട്രിബ്യൂട്ടറീസും ചേർന്നാണ് ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാവുന്നത്. ഹിമാലയൻ ടെറൈനിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന സോയിലുകളാണ് മൗണ്ടെയിൻ സോയിലും അതുപോലെ തന്നെ ഫോറസ്റ്റ് സോയിലും. യാക്ക്, മസ്ക് ഡിയർ, സിംഗിൾ ഹോൺ റൈനോസസ്, സ്നോ ലെപ്പേർഡ് എന്നീ വൈൽഡ് അനിമൽസുകളുടെ നാച്ചുറൽ ഹാബിറ്റേറ്റ് ആണ് ഹിമാലയൻ റീജിയൻ എന്ന് പറയുന്നത്. ടെറൈൻ ലിമിറ്റേഷൻസ് കാരണം, അതായത് ഭൂപ്രകൃതിയുടെ പരിമിതികൾ കാരണം അഗ്രികൾച്ചർ വന്നിട്ട് മൗണ്ടെയിനിയസ് റീജിയനിൽ വളരെ കുറവാണ്. ഹിമാലയൻ മൗണ്ടെയിൻസിൽ താമസിക്കുന്നവരുടെ പ്രധാന ഓക്യുപ്പേഷൻ എന്ന് പറയുന്നത് അനിമൽ റിയറിംഗ് ആണ്, അതായത് മൃഗപരിപാലനം. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ, ഉന്നത വിജയം കരസ്ഥമാക്കൂ.